ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സത്യവിക്രമൻ ഇതി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ തത്രൈവ മുനിസപ്തമാശ്രമങ്ങളിൽ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സത്സംസാഗാനന്ദേന വസിച്ചു കഴിഞ്ഞിരു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. വിഖ്യാതമായ സുതീഷ്ണാശ്രമം മനോഹരം മുഖ്യത വസകുല ശിഷ്യ സഞ്ജയം പൂർണ്ണം സർവാർത്ഥ ഗുണഗണ സമ്പന്ന മനോപമം സർവകാലാനന്ദ ആനന്ദോദയമത്യത്ഭുതം സർവപദ ഫലദാകുമുൽപ സംകുലസ്ഥലം സർവസൽപക്ഷീമൃഗഭുജംഗ നിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങി പോന്നു. സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട സുജലനേത്രനായ സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ ഗുരുനിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യനാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു ബോധം. അത്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമില്ലൊരു നാളുമാരാലും ഭവതത്വം. ഭൃത്യനായിടേണം ഞാൻ തൽപദാംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണ് വ്യഥനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി. ഭക്തവത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമീ സത്വരം ദയാനിധേ. മൂത്രമാംസാമേദ്യാന്തപുൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളം അധികൾ മലമതിങ്കലുമുള്ളാസ്തയ മഹാമോഗപാശബന്ധവും ഛേദിച്ച് ആർത്തിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉൾവാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും തൊന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ തൊന്മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല. തൊന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ തൊന്മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദപങ്ങളെ പോലെ വിശേഷ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി
വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായ ചിദ്രൂപനായ ഭവാൻ വാഴുന്ന മോഹാത്മനാം നാനാരൂപങ്ങളായി കാണുന്ന ലോകത്തിങ്കിൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിച്ചു ഞാൻ ദയാനിധേ അതൈവഭവചരണാംബുജയുഗ്മം മമ പ്രത്യക്ഷമായി വന്നിരു മത്തപോവലവശാൽ തന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായി അരൂപമായി കർമാം അഗോചരമായൊരു പവൽ രൂപം ത്വന്മായ വിടംബനരചിതം മാനുഷ്യമേകം മന്മത കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമോഗബാണധരം സ്മേരസുന്ദരമുഖമജിനാംബരധരം സീതാസംയൂതം സുമിത്രാത്മജൻ നിഷേവിതപാദപങ്കജ നീലനീരതകളേവരം കോമളം അതിശാന്തമനന്തഗുണം അഭിരാമാത്മരാമാം ആനന്ദസമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരി തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിയിടും ഭക്തനാമമുച്ചരിക്കായിടേണം മറ്റൊരു വരമപേക്ഷിക്കും നീനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദകാസവും പൂണ്ടുരാഘവൻ അരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്ര കാൺമാനായി വന്നു മുനി സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപകാസകന്മാരുമായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തൊൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനെ വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ട് വന്ദിച്ചു കൊള്ളുവാൻ എന്തിതാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുണ്ടത്യാഗ്രഹം എത്രയും എടുത്തതും അഗസ്ത്യാശ്രമം മുനെ ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷണൻ അസ്തുതേ ഭദ്രം അത് തോന്നിയത് അതിനു ഞാൻ കാട്ടുവാനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നേ വസിക്കണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ദാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഗ്നേ പോയി ചെന്നതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജപം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും പന്യഭോജനവും ചെയ്തവൻ എല്ലാവരും അന്യോന്യം സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സവർത്തം
സർവർത്തും ഫലകുസുമാഢ്യ പാദഫലദാഗു സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ട് അതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദനവേദധ്വനി മണ്ഡിതം അനുപമം ബ്രഹ്മർഷി പ്രവരന്മാരാമരമുനികളും സാമോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളം ഉണ്ടോരോരോ തരം നല്ല സംഖ്യാവർത്തുക്കളും ഉണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോട് നേരം നല്ലത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളവർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യം ഓരോന്നിവ കണ്ടവരും ചെന്ന് ആശ്രമത്തിനു പുറത്തടുത്ത് ശുഭദേശേ വിശ്രമിച്ച് അന്തരമരുളി ചെയ്ത രാമൻ വിശ്രൂതനായ സുധീഷ്ണൻ തന്നോടിനിയപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോട് ആഗതനായോരെന്നെയങ്ങുണർത്തിച്ചിടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനധാരേ വസിച്ചിടുന്നതുപാശ്രമം സൃപ്ത രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദം ഇത്യുക്ത സത്വരം യഥാചാര്യമന്ദിരം മുദാ നക്വാദം ഗുരുവരമഗസ്ത്യം മുനുകുല സത്തമം രഘൂത്തമ ഭക്ത സഞ്ജയാവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്ക് മതം അഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനത ഭക്തത്തോടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ രാമനാം ദാശരഥി സോദരനോടും നിജഭാമനിയോടുമുണ്ടിഞ്ഞാഗതനായിട്ടപ്പോൾ നിൽക്കുന്നു പുറത്തു അകത്ത് കാരുണ്യാബ്ദേ നിന്റെ കഴലിണ കണ്ട് വന്ദിപ്പാൻ ഭക്തിയോടെ മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം ദേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരും നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമേതി രാമമന്ത്രവും ജപിച്ച് അതികോമളം കാളമേഘശ്യാമളം നളിനാശം ഇത്യുക്ത സരഭസം ഉദ്ധായ മുനിപ്രവരോത്തമ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമന്മാരോടും നിജശിഷ്യ സഞ്ജയത്തോടും യത്വാ ശ്രീരാമചന്ദ്രഭക്ത്രം പാർത്തരുൾ ചെയ്യുവാൻ ഭദ്രം ദേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്യാചിരമദ്ദൈവ സമാഗതം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ തദ്വസരം മമ സഫലമത്രയല്ല സാബല്യവും വന്നത് ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ട് രാഘവൻ താനും തമ്പിയും വൈദേകിയും സംഭ്രമ സമന്വിതം കുമ്പിട്ട് ഭക്ത്യാദണ്ഡ നമസ്കാരവും ചെയ്തപ്പോൾ കുംഭജാത്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം കാടാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാതിംശാം ജനനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഗ്ലാദജാതസ്രവം നേത്രകിലോലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ജനാന്വിതം രാഘവനുട കരപങ്കജം അതിദ്രുതം സാശ്രമം ജഗാമകൃഷ്ടാത്മന മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശ്വേശ്വരം രാമം പാദ്യാർക്യാസന മധുപർക്ക്
മുഖ്യങ്ങളായും പാദ്യസംഭൂജസുഖമായും അഭിഷ്ടം നാദം വന്യഭോജങ്ങൾ കൊണ്ട് സാദരം പൂജിപ്പിച്ചു ധന്യനാം തപോധനൻ ഏകാന്തേ ചൊല്ലിടിനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നതും മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരധി തീരത്തിങ്കിൽ നിന്നരുൾ ചെയ്തു കോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലെ പാരാപകരണം ചെയ്തിടുവാൻ എന്നതു തന്നെ സാരസാനന സകലേശ്വര ദയാനിധേ. ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടമായാതനിക്കാശ്രയഭൂതനായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് മൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം വ്യാകൃതമെന്നുപനിർദ്ദശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശയോഭ്യമാണാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നത് മഹത്വത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹത്വത്വം തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്വത്വവും അഹങ്കാരവും സംസാരവും മഹാദ്വേദികളേവം മൂന്നാ ചൊല്ലിയിടുന്നു സ്വാത്വികം രാജസവും താമസം എന്നിവണ്ണം വേദ്യമായി ചമഞ്ഞതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായതിന്ദ്രിയവും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂലസഞ്ചയത്തിങ്കിൽ നിന്ന് ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്ന് കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങൾ ഉണ്ടാകുന്നതും ദേവമാനുഷ തിര്യങ്കോനിജാതികൾ ബഹു സ്ഥാവരജംഗം അകൗകപൂർണമുണ്ടായി വന്നു തൊന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കൂ രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാനാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജഗൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവർത്തൻ നിത്യനേകനവ്യനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദത്തോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം
ഗുണവാനെ പോലെയായത് ഭവാൻ. തൊന്മകമായ രണ്ട് വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്കിയെ. വിദ്യ എന്നല്ലോ ചൊല്ലു നിവർത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്ര ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശന്മാർ നിത്യസംസാരികളെന്ന് ആവശ്യം തത്വജ്ഞന്മാർ ചെല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരായെന്ന് ചൊല്ലുന്ന തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യദാനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമരഘൂപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരാമരമണാത്മക രാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു? ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവാൻ ധരോപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദോജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു. സാധുക്കളാകുന്ന സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും അജ്ഞാനവും ഭക്തന്മാർക്കായി. നിഷ്പകന്മാരായി വിഗതൈഷണന്മാരായി സദാ തൊൽഭക്തന്മാരുമായി നിവർത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടോചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേശമതമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. തൊൽക്കഥാശ്രവണേ ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിങ്കൽ നിധില്ലാം. ആകയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണമേ ദയാനിധേ. തൊൽപാദാബ്ജങ്ങളും തൊൽഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മമിന്ന് മൽകൃതുക്കളും വന്നിത് സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമാകുന്നത് വന്നിത് മത്തേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭാ ജഗന്നായക ദശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവൽ രൂപം തോന്നണം ദയാംബുദേ. കുംഭസംഭവൻ ഇത് സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി മന്നാൽ. മുന്നം നിക്ഷിപ്തമായ ചാപം പാണതൂണീരത്തോടും കൊടുത്ത ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൽ. പൂവാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്ന ഉടൻ അനുജ്ഞ നൽകി മുന്നിൽ. സുത്തതയിൽ സ്തോത്രസാരമാമഗസ്ത്യ സുഭാഷിതം
തദ്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചു അഗസ്ത്യപദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോഴുമെഴുന്നള്ളിയിടുന്ന നേരം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ